ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അരുൺരാജ് ഇപ്പോൾ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഈ മൂന്നാമത്തെ പരാതിക്കാരി കൈമാറിയിട്ടുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകൾ SITക്ക് കൈമാറിയിട്ടുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള സാമ്പിളും തെളിവായിട്ട് നൽകിയിട്ടുണ്ട്. രാഹുൽ സാമ്പത്തിക ചൂഷണം നടത്തിയതിനുള്ള തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ പരാതി. മൂന്നാമത്തെ പരാതിയിൽ ഒന്നാമത് ലൈംഗികമായി പീഡിപ്പിക്കുന്നു, രണ്ടാമത് നിർബന്ധിത ഗർഭഛിദ്രം നടത്തുന്നു, മൂന്നാമത്തെ പരാതി വന്നിരിക്കുന്നത് സാമ്പത്തികമായ ചൂഷണം കൂടി നടത്തിയിട്ടുണ്ട് എന്നാണ്. പല വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങുന്നു, പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ മൂന്നാമത്തെ കേസ് കൂടുതൽ ഗൗരവം ആർജിക്കുകയാണ്. കാരണം ആ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറിയിരുന്നു. അങ്ങനെ 3 ദിവസത്തിന് മുമ്പ് FIR ഇടുന്നു. ആ FIRന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം അതീവ നാടകമായി അർദ്ധരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയതെന്നാണ് പരാതിക്കാരി മൊഴി നൽകിയത്. അപ്പോൾ ഈ ഒരു രാഹുലുമായുള്ള ബന്ധത്തിന്റെ ഒരു അവസ്ഥയിൽ താൻ ചതിക്കപ്പെട്ടുവെന്ന് ഈ പരാതിക്കാരി മനസ്സിലാക്കുന്നു. ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്നതിന് ശേഷം കൃത്യമായി രാഹുലിനെതിരായ തെളിവുകൾ ശേഖരിക്കുന്നു. ആ തെളിവുകൾ ഏറെ ഗൗരവമുള്ളതാണ്. കാരണം ഭ്രൂണഹത്യ നടത്തി എന്നത് അതിന് തെളിവുണ്ട്. ആ രേഖകൾ SITക്ക് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷമുള്ള സാമ്പിൾ കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തിക ചൂഷണം, പല തവണകളിലായി വാങ്ങിയ സമ്മാനങ്ങളുടെയും സാമ്പത്തികമായ കാര്യങ്ങളുടെയും ഫ്ളാറ്റ് വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെയും ഒക്കെ തെളിവുകൾ ഈ പരാതിക്കാരി കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് കേസ് നമ്പർ 1, 2 എന്നതിനേക്കാൾ കൂടുതൽ മൂന്നാമത്തെ കേസ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു, കൂടുതൽ ഗൗരവം അർഹിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ മൂന്നാമതൊരു കേസ് തനിക്കെതിരെ ഉണ്ട് എന്നത് അറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണങ്ങളിലേക്ക് കടക്കാനോ കരുക്കൾ നീക്കാനോ കഴിഞ്ഞില്ല. അരുൺരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ മൂന്നാമത്തെ കേസിൽ 1 ലൈംഗികമായ പീഡനം, 2 നിർബന്ധിത ഗർഭഛിദ്രം, മൂന്നാമത്തേത് സാമ്പത്തിക ചൂഷണം. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളും ഈ പരാതിക്കാരി കൈമാറിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, വളരെ ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുകളാണ് ഈ പരാതിക്കാരി ഇപ്പോൾ SITക്ക് കൈമാറിയിട്ടുള്ളത്. ആ ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകൾ, ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകളടക്കം ഈ പരാതിക്കാരി സ്വന്തമാക്കിയിരുന്നു. കാരണം താൻ ചതിക്കപ്പെട്ടുവെന്ന് തനിക്ക് പലപ്പോഴും തോന്നി. അതുകൊണ്ടാണ് ഈ രേഖകൾ താൻ സൂക്ഷിച്ചു വെക്കുകയും ശേഖരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ പരാതിക്കാരി ഇപ്പോൾ മൊഴിയായി SITക്ക് നൽകിയിരിക്കുന്നത്. രാഹുൽ സാമ്പത്തിക ചൂഷണം നടത്തി, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി ആ യുവതി കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെയാണ് കഥ പറയുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ബന്ധം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തുകയായിരുന്നു. യുവതിയുമായുള്ള ബന്ധം പൂർണ്ണമായും നിർത്തുകയായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഇമെയിൽ മുഖാന്തരവും അല്ലാതെയും അടക്കം ഈ യുവതിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഒടുവിൽ തനിക്ക് ഈ ബന്ധം വീണ്ടും ലഭിക്കുമോ എന്ന സംശയത്തെ തുടർന്ന് ഈ യുവതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ സംസാരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ രാഹുലിനെ വീണ്ടും വിശ്വസിച്ചാണ് രാഹുലിനൊപ്പം ചേർന്നത്. അവിടെ വെച്ചാണ് വീണ്ടും സാമ്പത്തികമായി ചൂഷണം നടത്തുന്നത്. ചില വസ്തുക്കൾ വാങ്ങി, പണം വാങ്ങി, അതുപോലെ തന്നെ ഒരു ഫ്ളാറ്റ് വാങ്ങാനുള്ള പണമടക്കം വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം സാമ്പത്തികമായി സഹായിച്ചതിന് തെളിവുകൾ കൂടി ഈ പരാതിക്കാരി ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അതായത് ഇതുവരെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇല്ലാതിരുന്നത് തെളിവുകളാണെങ്കിൽ ഇപ്പോൾ തെളിവുകളുടെ വലിയ മഴവെള്ളപ്പാച്ചിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ചെറുതല്ലാത്ത തെളിവുകൾ, മെഡിക്കൽ രേഖകൾ, സാമ്പിളുകൾ, ഭ്രൂണഹത്യയുടെ സാമ്പിളുകൾ, ഇവയെല്ലാം തന്നെയുണ്ട്. കാരണം ഒന്നാമത്തെ പരാതിയിലും കൃത്യമായി പറയുന്നത് ഈ പരാതി ആ യുവതിയെ സമീപിക്കുന്നു, തനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, തുടർന്ന് ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഇതിനുശേഷം ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഈ പറയുന്ന കേസുകളിലെല്ലാം തന്നെ, ഇനി എത്ര കേസുകൾ വരുമെന്ന് നമുക്കറിയില്ല, ഈ പറയുന്ന കേസുകളിലെല്ലാം തന്നെ ഈ മോഡസ് ഓപ്പറാൻഡി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സെയിം ആണ്. കാരണം ആദ്യം ഒരു സ്ത്രീയെ പരിചയപ്പെട്ടതിനു ശേഷം അവരുടെ വിശ്വാസം ആർജിക്കുന്നു, വിവാഹ വാഗ്ദാനം നൽകുന്നു, പീഡിപ്പിക്കുന്നു, അതിനുശേഷം തനിക്ക് കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുന്നു, ആ ഗർഭിണിയായി കഴിയുമ്പോൾ അബോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവിടെ കഥ നിൽക്കുകയായിരുന്നു മറ്റ് കേസുകളിൽ 2ലും. പക്ഷെ ഇവിടെ ആ കഥ അവിടെ തീരുന്നില്ല. ഈ ഘട്ടത്തിന് ശേഷം ഉള്ള മെഡിക്കൽ രേഖകൾ, അതായത് ഭ്രൂണഹത്യ നടത്തിയതിന്റെ സാമ്പിളുകൾ, DNA പരിശോധന നടത്തണം എന്ന് പറഞ്ഞതിന് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചതിനുള്ള തെളിവുകൾ, അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ പല ശാസ്ത്രീയമായ തെളിവുകളും ഈ മൂന്നാമത്തെ കേസിൽ ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്?
ക്രിസ്ത്യന ഏതൊരു ക്രിമിനലിനെ സംബന്ധിച്ചും അയാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ അത് നല്ല പഠിച്ച ക്രിമിനൽ ആണെങ്കിൽ അത് ഒരേ മോഡ് ഓഫ് ഓപ്പറാൻഡി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം കേസുകളാണ് നമുക്ക് മുമ്പ് എല്ലാം ഉള്ളത്. അതേ തരത്തിലാണ് ഒരു ക്രിമിനൽ സ്വഭാവത്തോടെയാണ് ഈ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ലഭിച്ച 3 പരാതികൾ, ആ 3 പരാതികളുടെയും ക്രിസ്ത്യന പറഞ്ഞതുപോലെ ഇതിന്റെ തുടക്കം ഇങ്ങനെ തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകുന്നു, കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുന്നു, തുടർന്ന് ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഇതേ പരാതികളാണ് ഇതുവരെ രണ്ടും ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാതിയിൽ മാത്രമാണ് ഭ്രൂണഹത്യക്കടക്കം നിർബന്ധിച്ചു എന്ന രീതിയിലുള്ള പരാതികളും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3ാമത്തെ പരാതിയിലും ഇതേ കാര്യങ്ങൾ പറയുന്നു. കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുന്നു, പിന്നീട് കുഞ്ഞുണ്ടാകുമ്പോൾ ഇതിനെ അബോർട്ട് ചെയ്യാൻ, ഇത് അലസിപ്പിക്കാൻ, ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഇടപെടുന്നു. അതിന് ആശുപത്രിയെ സമീപിച്ചു. ആശുപത്രിയിൽ നിന്നുള്ള രേഖകൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് യുവതി നൽകിയ മൊഴി കൃത്യമാണെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി. ഇതിനുകൂടി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ട വിവരശേഖരണത്തിൽ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതിന് പിന്നാലെയാണ് യുവതി ഈ അന്വേഷണ സംഘത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട അന്ന് ശേഖരിച്ച വിവരങ്ങൾ. അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ ചോദിച്ച ചോദ്യം, എന്തിനാണ് ഈ വിവരങ്ങൾ, നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിച്ച വ്യക്തിയുമായി വിവരങ്ങൾ ശേഖരിച്ചു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ കൃത്യമായി പറഞ്ഞത് പല ഘട്ടത്തിലും രാഹുലിന്റെ സംസാരം, രാഹുലിന് വന്ന കോളുകൾ, രാഹുലുമായി ഇടപെടുന്നവരുടെ ചില രീതികൾ, അതിൽ ചില സംശയങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് താൻ ചതിക്കപ്പെടുകയാണോ എന്ന സംശയത്തെ തുടർന്നാണ് താൻ ഈ വിവരങ്ങൾ ശേഖരിച്ചത്. ക്രിസ്ത്യന ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുലിന്റെ സുഹൃത്ത് കൂടിയായ, സഹായി കൂടിയായ ഫെനി നൈനാന്റെ പേര് കൂടി ഈ പരാതിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകമായ വിവരം. ഫെനി നൈനാൻ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. ഫെനിയാണ് ഈ കാര്യങ്ങളിൽ പലതും തങ്ങളെ സഹായിച്ചത്. ഫെനിയുടെ നിർദ്ദേശപ്രകാരവും ഫെനിയുടെ സഹായപ്രകാരവുമാണ് രാഹുൽ പല കാര്യങ്ങളും നീക്കിയിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത് എന്നുകൂടി ഗുരുതരമായ പരാമർശം കൂടി ഇപ്പോൾ ഉണ്ട്. അതായത് ഫെനി നൈനാനും ഈ കേസിലേക്ക് പ്രതിപ്പട്ടികയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഫെനി നൈനാന്റെ അറിവോടുകൂടിയാണ് ഗർഭചിത്രം നടത്തിയത്. ഈ രാഹുൽ ഇത്തരത്തിൽ തന്നെ ചതിച്ചത്, രാഹുലിന് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശവും സഹായവും നൽകിയത് ഫെനി നൈനാനാണ് എന്നുകൂടി മൊഴിയിൽ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.